എല്ലാവർക്കും നമസ്കാരം. ദൈവത്തിൻ്റെ സമാധാനം എല്ലാവരിലും വർഷിക്കുമാറാവട്ടെ. ഈ മാതൃദിനത്തോടനുബന്ധിച്ച് എനിക്ക് ഒരു കഥ പറയാനുണ്ട്. പൊതുവേ നമ്മൾ അമ്മമാരുടെ സ്വഭാവമാണ് കുടുംബത്തിലെ ഓരോരുത്തരെക്കുറിച്ചും ആലോചിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ചില സമയങ്ങളിൽ അതിനെക്കുറിച്ചോർത്ത് വേവലാതിപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ. കഥയുടെ പേര് അമ്മയുടെ മാറ്റം. ഇന്ന് രാത്രി എത്താൻ ഞാനിത്തിരി വൈകും കേട്ടോ, ഭാര്യയെ നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു. ഓ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഒരു ഭാവമാറ്റവുമില്ലാതെ അവൾ പറഞ്ഞു. അത് കണ്ട് അയാൾക്ക് അത്ഭുതം തോന്നി. സാധാരണ ഇങ്ങനെയല്ലല്ലോ. വൈകുമെന്ന് പറഞ്ഞാൽ ഒരു 100 ചോദ്യങ്ങളുണ്ടാവും. ഇന്ന് എന്ത് പറ്റിയാവോ? വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന് മകൻ പറഞ്ഞു, അമ്മേ, പരീക്ഷ പേപ്പർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണക്കിൽ തോറ്റുപോയി. പേടിച്ചാണ് അവൻ ഇത്രയും പറഞ്ഞത്. ശരി മോനെ, ആനുവൽ എക്സാമിന് നന്നായി പഠിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു കൊല്ലം നഷ്ടമാകും. കോളേജ് വിട്ട് വന്ന മകൾ അമ്മയുടെ അടുത്ത് ഓടി വന്ന് പറഞ്ഞു, അമ്മേ, വണ്ടി ഒന്ന് തട്ടിയിട്ടുണ്ട് കേട്ടോ, റിവ്യൂ മിറർ പൊട്ടി. എന്താ ചെയ്യുക? അത് പിന്നെ ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ നാളെ അത് വർക്ക്ഷോപ്പിൽ കൊടുത്ത് നന്നാക്കിക്കുക. ഇനി വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. അത്താഴം കഴിഞ്ഞ് അച്ഛനും മക്കളും സ്വകാര്യമായി പറഞ്ഞു, അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. സാധാരണ ഇങ്ങനെയൊന്നല്ലല്ലോ. അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരുന്ന അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അയാൾ ചോദിച്ചു, എന്ത് പറ്റി നിനക്ക്? എന്തിനും ബഹളവും ഒച്ചപ്പാടുമായിരുന്നല്ലോ. നീ എങ്ങനെയായിരുന്നേ ഇല്ല. കുറേ കാലമായില്ലേ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരെയും കാര്യം ആലോചിച്ച് ടെൻഷൻ അടിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഞാനതൊന്ന് നിർത്തി. അങ്ങനെ ഞാൻ വേവലാതിപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ എനിക്ക് വേണ്ടി ഒന്ന് ആലോചിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞാനല്ല ചിന്തിക്കേണ്ടത് എന്നെനിക്ക് മനസ്സിലായി. സങ്കടത്തോടെ മകൻ മുന്നോട്ട് വന്ന് അമ്മയുടെ കൈ പിടിച്ചു. അപ്പോൾ അമ്മ ഇനി ഞങ്ങളെ നോക്കില്ലേ? ഞങ്ങളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ലേ? തീർച്ചയായും മോനെ, ശ്രദ്ധിക്കും. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കും. പക്ഷേ ഓർമ്മിപ്പിക്കാനും നിയന്ത്രിക്കാനും നിൽക്കില്ല. നിങ്ങളെ ഞാൻ പരിചരിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആലോചിച്ച് എൻ്റെ മാനസികാരോഗ്യം ഇല്ലാതാക്കാൻ ഞാൻ മെനക്കെടുന്നില്ല എന്ന് മാത്രമാണ് ഞാനിവിടെ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ജീവിതം ജീവിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്, ഞാനല്ല. നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അന്നു മുതൽ ആ വീട്ടിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി. നമ്മൾ അമ്മമാർ പലപ്പോഴും മറന്നു പോകുന്ന അവസ്ഥ ആണ് നമ്മുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും വേവലാതിപ്പെടുന്ന ആ ഒരു ചിന്താഗതി തീർച്ചയായും മാറ്റേണ്ടതാണ്. നന്ദി, നമസ്കാരം.